ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ രവിതരൻ ചെമ്മന്നൂർ പോലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഉറപ്പിക്കുന്നു. അതുപോലെ നാളത്തെ വിശേഷം എല്ലാ ദിവസമായിട്ട് 9 മണിക്കും 10 മണിക്കും ഇടയ്ക്കായിട്ട് ഇടുന്നുണ്ട്. എല്ലാവരും ചാനൽ വിസിറ്റ് ചെയ്ത് കാണുക. അപ്പം ഇന്ന് ലാസ്റ്റ് വിശേഷം ഇന്നലെ അവസാനിക്കുന്ന പറയുന്നത് നമ്മുടെ സച്ചിൻ രേവതിയും വക്കീലിൽ നിന്ന് സംസാരിക്കുന്നതാണ്. സച്ചിൻ രേവതിയും സംസാരിക്കുമ്പോഴത്തേക്ക് വക്കീൽ പറയുന്നുണ്ട്, കേസ് ആരെങ്കിലും പിൻവലിച്ചാൽ, അത് ആരാണ് കേസ് കൊടുത്തേക്കുന്ന ആൾ പിൻവലിച്ച് കഴിഞ്ഞ് നമുക്ക് കോടതി കയറാതെ നമുക്ക് ശരത്തിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. അതിനാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് ഇപ്പം വേറെ ആരുമില്ല. അപ്പം നിങ്ങൾ തന്നെ സംസാരിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അമ്മ കേൾക്കത്തില്ല സാർ, അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പെന്ന് പറയുമ്പോഴത്തേക്കും വേറെ ആര് പറഞ്ഞാൽ കേൾക്കുന്നു ചോദിച്ചപ്പോഴത്തേക്ക് സച്ചി രേവതിയോട് ചോദിക്കുക, നമുക്ക് അച്ഛനോടൊന്ന് സംസാരിച്ചോളൂ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അച്ഛനോട് സംസാരിക്കുക എന്ന് വക്കീൽ പറയണം. അങ്ങനെ സംസാരിക്കുന്നു. ഒന്ന് ശരി നോക്കാം സാർ എന്ന് പറയുമ്പോൾ ശരി അങ്ങനെ നോക്കിയിട്ട് ശരിയായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞങ്ങൾ അടുത്ത മാർഗം നോക്കാം എന്ന് പറഞ്ഞ് ഇത് വിടുവാണ്. അത് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും വീട്ടിൽ വരുവാണ്. വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് രവീന്ദ്രനോട് പറയാം, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറ സച്ചി? അച്ഛാ, ശരത്ത് ചെയ്തത് ശരത്തിനെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശരത്ത് ചെയ്തത് തെറ്റല്ലേ, അപ്പം പിന്നെ പോലീസ് അന്വേഷിക്കാതിരിക്കുമോ? അതല്ല അച്ഛാ, ശരത്തിനെ എങ്ങനെയും പുറത്തിറക്കണം, അതിനിപ്പം അച്ഛനെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കേൾക്കും, എങ്ങനെയും പുറത്തിറക്കണം. അച്ഛനറിയാലോ അവൻ ചെയ്ത തെറ്റ് അമ്മ ട്രിഗർ ചെയ്തുകൊണ്ട്, അമ്മയും മറ്റു ആൾക്കാരും ട്രിഗർ ചെയ്തുകൊണ്ട് അവനങ്ങനെ ചെയ്തു പോയൊരു തെറ്റാണ്. അതുകൊണ്ട് അച്ഛൻ എങ്ങനെയാലും അവനെ ഒന്ന് അതിൽ നിന്ന് പുറത്തിറക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ പറയാതെ എന്നെക്കൊണ്ട് നടപടിയിലില്ല, കാരണം ഞാൻ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയാം, അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിലെ ഏക ഒരു ആൺസന്ധിതി അവനാണ്, അവനെ എങ്ങനെയല്ലെങ്കിലും പുറത്തിറക്കണം. മാത്രമല്ല അവൻ്റെ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം അച്ഛാ, കാരണം ഒരാൾ തെറ്റ് ചെയ്തിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഇല്ലാണ്ടാകും. എങ്ങനെയല്ല അച്ഛൻ അവനെ ഒന്ന് ഇറക്കി തരണമെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് സുധി അങ്ങോട്ട് വരുവാണ്. സുധി അങ്ങോട്ടെന്ന് പറയുവാണ്, അച്ഛാ ദയവ് ചെയ്ത് ഇറക്കരുത്, അവൻ നടത്തിയത് വലിയൊരു തെറ്റാണ്, അവൻ്റെ റോബറി നടത്തിയ, അപ്പോൾ അവനൊക്കെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് അച്ഛൻ ഇവനെ ആരെയും സപ്പോർട്ട് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയാം, നീ ആരോടാ ചോദിക്കാമെന്ന് പറഞ്ഞ് കുത്തിനെ പിടിക്കുക. അടിക്കാൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് രേവതിയും രവീന്ദ്രൻ കൊണ്ട് ചേർന്ന് പിടിച്ചു മാറ്റിയിട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് മാറി. എന്നിട്ട് രവീന്ദ്രൻ പറയുക, ഞാൻ എന്തൊക്കെ കാണും ഈ കുടുംബത്തിൽ, ഇപ്പോൾ എന്തൊക്കെയാണ് വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസം കൂടുമ്പോൾ സഹോദരങ്ങൾ അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ കാണുന്നത്, ഇരിക്കണമെന്ന് പറഞ്ഞ്. ഉടനെ സച്ചി പറയുക, അച്ഛാ ഞാൻ പലതും മറക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, പല കാര്യങ്ങളും ഇവൻ ചെയ്തതായിട്ടുള്ള തെറ്റുകൾ നമ്മൾ മറച്ചു വെച്ചതുകൊണ്ട് മാത്രമാണ് ഇവൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവനും സ്റ്റേഷൻ കയറി ഇറങ്ങി ജയിലിൽ കയറി ഇറങ്ങി നടക്കണ്ട. അപ്പം അതൊന്ന് എല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഞാൻ പലതും മറക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഓരോരുത്തരുടെ ജീവൻ ഇപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നതെന്ന് മനസ്സിലാക്കണം എന്ന് പറയാം. എന്താ പറയുക, അച്ഛാ അവൻ ചെയ്ത തെറ്റാണ്, അവൻ്റെ ഭാവി ജീവിതത്തെ ഓർത്ത് എങ്ങനെയും ഒന്ന് കേസ് പിൻവലിക്കാൻ വേണ്ടി അച്ഛൻ സംസാരിക്കണമെന്ന് പറയുക. ഉടനെ പിന്നെയും സ്തുതി കയറുക, അച്ഛൻ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ നിന്നോടല്ലടോ മിണ്ടാതിരിക്കാൻ പറഞ്ഞ മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി നിന്നോട് ചൂടാകാണ്ടിരിക്കാൻ പറഞ്ഞു, നീ മിണ്ടായിരിക്കും സച്ചി, എന്തിനാണ് ഈ ചൂടാകുന്നത് എന്ന് പറഞ്ഞ് സച്ചിയോട് രവീന്ദ്രൻ പറയണം. സച്ചി പറയണം, അച്ഛാ എങ്ങനെയും ഞാൻ ആരും ചൂടാകാൻ നിൽക്കുന്നില്ല, പക്ഷേ എങ്ങനെയും ഈ കേസിൽ നിന്ന് അവനെ പിൻവലിപ്പിക്കാൻ വേണ്ടി അച്ഛൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്തേ പറ്റുമോ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതിയും കൈകൂപ്പി നിന്നിട്ട് പറയണം, അച്ഛാ എങ്ങനെയും എൻ്റെ അനിയനെ ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണം. അവൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അവന് കൺമുമ്പേ അച്ഛൻ്റെ കൺമുമ്പേ കൊണ്ട് നിർത്താം. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞാലും, എന്ത് തെറ്റ് പറഞ്ഞാലും, അല്ലെങ്കിൽ എന്ത് ശിക്ഷ പറഞ്ഞു തന്നാലും അത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അവനെ കൊണ്ട് അനുസരിപ്പിക്കാം അച്ഛാ. ഇനി എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിൻ പറയണം, അച്ഛാ ഇനി അവൻ വന്നിട്ട് വേറൊരു തെറ്റ് ചെയ്യത്തില്ല അച്ഛാ, അവൻ നമ്മുടെ കുടുംബത്തോടൊരു സ്നേഹമുണ്ട്, അവൻ അങ്ങനെ മോഷ്ടിക്കുന്ന ഒരുത്തനല്ല, അവൻ മോഷ്ടാവായിട്ടുള്ളൊരു വ്യക്തിയല്ല, അവനെ എനിക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ കുടുംബത്തോട് പ്രത്യേകിച്ച് അവനങ്ങനെ ചെയ്യത്തില്ല, പക്ഷേ അവനെ ആരൊക്കെയോ ട്രിഗർ ചെയ്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തേ എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അവിടെ ആ സീൻ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ബാമയുടെ വീടാണ്. ബാമയുടെ വീട്ടിൽ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബാമ കടന്നു വന്നിട്ടിരിക്കും. എന്താ ചന്ദ്രമതി ഓർത്തുകൊണ്ടിരിക്കുന്നത്? രവീന്ദ്രനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉടനെ ചന്ദ്രമതി ഞാൻ ഓർത്തുകൊണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആളെ മറന്നിട്ടില്ലല്ലോ, ആളെപ്പോഴും എൻ്റെ ജീവൻ തന്നെയാണ് എന്ന് പറയുക. ചന്ദ്രമതി പറയുകയാണ്, ഞാൻ എത്രയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് ജീവിക്കുന്നു, അതിനു മേലെ ജീവിക്കുന്നു, പക്ഷേ ഞാൻ പിള്ളേരെ പോലെയല്ല, ഞങ്ങൾ എപ്പോൾ വഴക്കിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ വന്ന് എൻ്റെ അടുത്ത് മിണ്ടും, ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, എനിക്ക് രവിയേട്ടനോട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നീ ഇത്തരം രീതിയിലുള്ള സ്നേഹം വെച്ചിട്ട് പ്രകടിപ്പിക്കാതിരിക്കുകയാണോ എന്നുള്ള രീതി ബാബ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് കോളിംഗ് ബില്ലടിക്കുമ്പോഴത്തേക്ക് ബാബ പോയി തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നു, എന്നാ ബാമേ തുറന്നു പറയുമ്പോഴത്തേക്ക് രവിയേട്ടനോ
രവിയേട്ടനോട് ചോദിക്കാം. അപ്പം രവിയേട്ടനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ 100 ആയുസാന്ന് പറയുക. എന്തേ നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, രവിയേട്ടനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെക്കുറിച്ച് പതിവ് പോലെ നിൻ്റെ കൂട്ടുകാരി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഭാമ പറയാം, ഇല്ല രവിയേട്ടാ, കാരണം കഴിഞ്ഞാൽ രവിയേട്ടനെ ജീവനാണ് ചന്ദ്രമതിക്ക്, അത്രമാത്രം ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെ വിഷയങ്ങൾ കാരണം കൊണ്ടാണല്ലോ ഇങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്കും ശരി എന്ന് പറയുമ്പോഴത്തേക്കും എന്നിട്ട് പറയാം, എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. രവിയേട്ടൻ എങ്ങനെയുണ്ട്? എനിക്കും കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. ഇല്ല രവിയേട്ടൻ നല്ല ക്ഷീണിച്ചു, ഞാൻ ഇല്ലാത്തതിൻ്റെ അറിയാനുണ്ടെന്ന് പറയും. ഇത്രയും ആദ്യമുള്ള ആളാണോ എന്നെ വിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ടല്ലോ എന്ന് പറയുക. എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കടയിലേക്ക് പോവുകയാണ് നമ്മുടെ ഭാമ. എന്നിട്ട് എന്താ വന്നത് സച്ചിയേട്ട? അല്ല രവിയേട്ട എന്നെ കൂട്ടാൻ വേണ്ടി വന്നാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, നിന്നെ കൂട്ടാൻ വേണ്ടി ഞാൻ നിന്നെ ഇറക്കി വിട്ടല്ലോ, നിൻ്റെ തന്നിഷ്ടത്തിന് വന്നാണ്, നിൻ്റെ തന്നിഷ്ടത്തിന് ഇറങ്ങി വന്നാണ്, നീ തന്നെ തിരിച്ചു വരണം. പിന്നെന്താ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ചന്ദ്രമതി ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൽ ശരത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് ശരിയാണ്, പക്ഷേ അവൻ്റെ ഭാവി നമ്മൾ നോക്കണം, അവൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വേറെ ആരുമില്ല, നീ ആ കേസിൽ നിന്ന് പിൻവലിയണം. കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാവി പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ആശ്രയം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് നീ എങ്ങനെയില്ല പിൻവലിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും, പൂക്കാരിക്ക് വേണ്ടി ശുപാർശയായിട്ട് വന്നതല്ലേ, അപ്പം അതാണ് അവിടുത്തെ കാര്യം, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും വന്നതല്ല എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ പൂക്കാരിക്ക് വേണ്ടി നല്ല ആർക്കും വേണ്ടി ശുപാർശയല്ല, നീ ഇതാണ് പറയുന്നത്, നിനക്ക് ശരത്ത് ചെയ്തിട്ട് സച്ചിൻ രേവതിയാണ് നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നീ അവരോടാണ് ഈ വാശിയും വൈരാഗ്യം കാണിക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത്തും രേവതി എന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ അളിയനും പെങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല നീ ഈ വേർവ്യത്യാസം കാണിക്കുന്നുണ്ട്, നിൻ്റെ കുടുംബത്തിൽ നോക്കണോ, ഇതിൻ്റെ അകത്ത് നിൻ്റെ മറ്റു 2 ആമക്കളുടെയും ഭാര്യമാർ നീ ഇപ്പോൾ കാണിക്കുന്ന രേവതിയോട് കാണിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രവൃത്തിയും, അതായത് ആ പ്രവൃത്തിയെല്ലാം അവരോടും കാണിച്ചു കൊടുക്കണം. അവരെപ്പോൾ നിൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് പോകുന്നോർത്തോ. മാത്രമല്ല അവൾ വന്നതിന് ശേഷമല്ലേ വീട്ടിൽ അനുഗ്രഹം ഉണ്ടായത്, ഐശ്വര്യം ഉണ്ടായത്. കാരണം സച്ചിയുടെ സ്വഭാവത്തിൽ എന്തൊരു മാറ്റം ഉണ്ടായത്, സച്ചിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞാൽ അവൾ ഡെയിലി കുടിച്ചുകൊണ്ട് വരുന്ന ഇപ്പോൾ കുടിക്കുന്നില്ല. കൂടാതെ കുടുംബത്തിൽ 2 മരുമക്കളെ വേറെ കിട്ടി. ഇതെല്ലാം ഐശ്വര്യമാണ്. ഐശ്വര്യത്തെന്ന് പറഞ്ഞാൽ അതുപോലെ ഐശ്വര്യമാണ് നമ്മുടെ രേവതി. അപ്പം നീ അവളെ ഓർത്തിട്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഓർത്തിട്ടെങ്കിലും ഇല്ല, അവൾ പൂക്കാരി പോയാലേ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ കേസ് പിൻവലിക്കാം, പക്ഷേ പൂക്കാരി അവിടെ നിന്ന് പോകണം എന്ന് പറയണം. ഉടനെ പറയണം. അപ്പോൾ നമ്മുടെ മോനും പോകുന്നില്ല, സച്ചിയും പോകുന്നില്ല, നീയും മറ്റു 2 മക്കളെ പോലെ പ്രസവിച്ച മോനാണ് സച്ചി, അവന് പോകണമെന്നാണ് നീ പറയുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് പറയും, അതൊന്നും എനിക്കറിയത്തില്ല, രേവതി പോവുകയാണെങ്കിൽ അവന് പോട്ടെ, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയില്ല, പക്ഷേ അവളവിടെ കാണാൻ പാടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ തിരിച്ചു വരാം, അതുപോലെ ഞാൻ കേസിൽ നിന്ന് പിൻവലിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയുവാണ്, അങ്ങനെ നീ കേസ് പിൻവലിക്കേണ്ട, നീ അതൊന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പുള്ളി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെയാണ് നമ്മുടെ രവീന്ദ്രൻ പിന്നെയും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ കേസ് കൊടുക്കുന്നത്? നമ്മൾ ആ കേസ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ചെറുക്കൻ്റെ ഭാവി പോകത്തല്ലേ ഉള്ളൂ, നീ മനസ്സാക്ഷി കാണിക്കത്തില്ലേ? കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജയിലിലാകത്തില്ല, നീ കാണിക്കുമ്പോഴത്തേക്ക് നിനക്ക് എന്തെങ്കിലും സന്തോഷം എന്താ കിട്ടുന്നതെന്ന്. അവനവിടെ ജയിലിൽ കിടക്കുമ്പോൾ ചന്ദ്രപതി അവനങ്ങനെ ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക് കാരണം എന്നോട് തെറ്റ് ചെയ്തെന്നുള്ളൊരു സന്തോഷം എനിക്ക് കിട്ടും, ജീവിതകാലം മുഴുവൻ എനിക്ക് ആ സന്തോഷം മതി എന്ന് പറയും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളോട് ചെയ്ത ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മൾ നോക്കുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നീ ഒന്ന് മനസ്സിലാക്കണം, ഇന്നല്ലെങ്കിൽ നാളെ അത് നീ മനസ്സിലാക്കണം. നിൻ്റെ പിടിവാശിയും കാര്യങ്ങളൊന്നും ഒക്കെ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം കഴിഞ്ഞാൽ ആ പിടിവാശി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഇറങ്ങുവാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ വരുമ്പോഴത്തേക്ക് ശ്രുതിയും കൊണ്ടിരുന്നത്. അച്ഛൻ എന്തിനാ ഇവിടെ വന്നേ എന്ന് ചോദിക്കും. എന്നാൽ നീ എന്തിനാ അന്വേഷിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛൻ കേസ് പിൻവലിപ്പിക്കരുത്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ വരരുത്, അത് ചെയ്യുന്ന മോശമാണ്, അവനൊക്കെ തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അവനൊക്കെ ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ, നീ മാറി നിൽക്കണമെന്ന് പറഞ്ഞ് തള്ളിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് രവീന്ദ്രൻ. അപ്പം ഓടി വന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്നെ കേസ് പിൻവലിപ്പിക്കാൻ പോകണോ എന്ന് ചോദിക്കണം. ഉള്ള പറയാം, അങ്ങനെ അദ്ദേഹത്തിന് പോക്ക് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പം ശരിയാ, അപ്പം അച്ഛൻ ദേഷ്യപ്പെട്ടാണ് പോയേക്കുന്നത്, അപ്പോൾ അമ്മ കേസ് പിൻവലിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അമ്മയെ കൂട്ടാൻ വേണ്ടി വന്ന, അമ്മ വീട്ടിൽ വരണം, അമ്മയില്ലാത്തൊരു വീട് വല്ലാത്തൊരു വീടാന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ പറയാം, ഞാനിനി ആ വീട്ടിലേക്ക് വരത്തില്ല, എങ്ങനെയും ആ കേസ് ഇതിനൊരു തീരുമാനം എത്തിക്കാതെ ഞാൻ വരത്തില്ല, കാരണം ആ പൂക്കാരിയും അവനും സച്ചിയും വീട്ടിൽ നിന്ന് വിട്ട് പോകാതെ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തത് അമ്മ, കാരണം അങ്ങനെ ചെയ്യുന്നല്ല, അമ്മ വീട്ടിൽ പറഞ്ഞു അവിടെ നിന്നിട്ടാണല്ലോ ഇത് ചെയ്യാമല്ലോ എന്ന് പറയാം. ഇല്ല, ഇതിന് തീരുമാനം എത്തിക്കാതെ ഞാൻ വരത്തില്ലെന്ന് പറയാം.
അമ്മേ അങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്തിട്ട് അവനെ സച്ചിനെ പിടിച്ചോ കഴുത്തിന് പിടിച്ചു ഞാൻ പുറത്തിറക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് പിടിച്ച് തള്ളട്ടെന്ന് പറഞ്ഞു. നീ ആവശ്യമില്ലാത്തൊരു കാര്യം ഉണ്ടാകുക, നീ ഓരോ കാര്യങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ നീ ചത്തുപോകണമെന്ന് പറയാം. ഞാൻ ചത്തുപോകാനോ? അതെ അമ്മ, നീ അവനെ കഴുത്തിന് പിടിച്ച് തള്ളുമ്പോഴത്തേക്ക് അവൻ നിന്നെ ഇടിച്ച് അല്ല അവൻ നിന്നെ കുത്തിക്കൊല്ലും എന്ന് പറയുമ്പോൾ ഓ ശരിയല്ലേ എന്ന് പറയാം. അമ്മ അവനൊക്കെ ഇല്ലേ എന്നിട്ട് പറയാം അമ്മ ശിക്ഷ അവൻ അനുഭവിക്കണം, ശരത്ത് അനുഭവിക്കണം. ഇന്നിപ്പോൾ അവനെ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നാളെ അവൻ വന്ന് കട്ടിയെടുത്ത് അമ്മേനെ കുത്തിക്കൊല്ലുമെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം എടാ നീ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് പേടിക്കുന്ന രീതിയിൽ പറഞ്ഞു. ഇല്ലമ്മ അതാണ് സത്യാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം ചന്ദ്രമതി പറയാം എന്താണെങ്കിലും ഞാൻ അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറച്ച് തീരുമാനത്തില്ല. രേവതി അവിടെ നിന്ന് വീട് വിട്ട് പോയാൽ മാത്രമേ നടക്കത്തുള്ളൂ, അല്ലാതെ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ സച്ചിൻ രേവതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന വർഷയും ശ്രീകാന്താണ്. വർഷം വന്നിട്ട് ചേച്ചി സോറി എന്നോട് ക്ഷമിക്കണം, ഞാൻ വൺ സൈഡ് മാത്രം കേട്ടിട്ട് ഞാൻ സംസാരിച്ചത്. ശരത്തിനെ കൂടുതൽ കുറ്റപ്പെടുത്തി പറഞ്ഞു. അതായത് ശരത്ത് തെറ്റുകാരനല്ല, ശരത്തിനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചാണ് ആൻറ്റിയും ശ്രുതിയും എല്ലാം ചേർന്ന് ചെയ്യിപ്പിച്ചാണ്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ അവനെ ട്രിഗർ ചെയ്തുകൊണ്ട് മാത്രമാണ് അവനെ ഒരു തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറയണം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യമായല്ലോ എന്ന് പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞപ്പോഴാണ് സച്ചിയായിട്ട് ഇതൊക്കെ എല്ലാം മനസ്സിലായ. അമ്മയും ശ്രുതിയും കൂടെ ചേർന്നാണ് ഇതിൻ്റെ ഈ തെറ്റിന് മൂല കാരണം എന്ന് മനസ്സിലായെന്ന് പറയുകയാണ്. അങ്ങനെ എന്നിട്ട് ശ്രീകാന്ത് ചോദിക്കുക സച്ചിയേട്ടാ എന്താ കേസിൻ്റെ കാര്യങ്ങൾ എന്തായെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം അമ്മ പോയി കേസ് പിൻവലിച്ചാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് കേസിൽ അവൻ ഊരി വരാൻ പറ്റത്തുള്ളൂ, എല്ലാം ഊരി വരാൻ പറ്റത്തില്ലടാ എന്ന് സച്ചി പറയാണ്. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ട് കയറി വേണ്ടിയാണ്. രവീന്ദ്രൻ കയറി വന്ന് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതായത് മൂഡ് ഓഫാണ് മുഖം, രണ്ടുപേർക്കും മൂഡ് ഓഫാണ്, എല്ലാവർക്കും മൂഡ് ഓഫാണ്. അത് രവിയുടെ മുഖം കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലായി പോയ കാര്യം സക്സസ് അല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു സീനാണ് ഇന്ന് അവസാനിക്കുന്നത്. അതിനാൽ കൂടുതലായിട്ട് നല്ല നല്ല വിശേഷങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.